ആ മഹാന സ്ഥാനം ഒരു കേന്ദ്രം പോലെയാണെന്നാ. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് റൗണ്ട് അടിച്ചു വരുമ്പോ ഒരു കുറ്റി തറച്ചാൽ അതിന്റെ ചുറ്റുഭാഗം ഈ കുറ്റിക്ക് ചുറ്റുഭാഗം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമല്ലേ, അങ്ങനെ ഇരിക്കുന്ന ഒരു കുറ്റിയെ പോലെയാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാനം. സലാഹുൽ ആലമി, ഈ പ്രപഞ്ചത്തിന്റെ നന്മ അയാളെ കൊണ്ടേ സംഭവിക്കുകയുള്ളൂ. അപ്പൊ ഈ ലോകത്ത് നടക്കുന്ന നന്മ ഇത്തരം കുത്തുബിനെ കൊണ്ടാണ്. പിന്നെ വല്ല ഔത്താദ്, അപ്പൊ കുത്തുബ് വന്നേ ഉള്ളൂ, ഔസ് വന്നേ ഉള്ളൂ. വല്ല ഔത്താദ്, പിന്നെ ഔലിയാക്കളെ കൂട്ടത്തിൽ പ്രത്യേകക്കാരാണ് ഔത്താദ് എന്ന് പറയുന്ന ആളുകള്. ഈ ഔത്താദ് അർബഅത്ത് 4 പേരാണ്. അപ്പൊ ഔത്താദി 4 പേരാണ്. ലാ യത്തലിഉ അലൈഹിം ഇല്ലൽ ഖാസ്സത്തു. ഈ ഔത്താദികളായ ആൾക്കാരെ കുറിച്ച് അറിവ് പ്രത്യേകമായി അത്തരം അടുപ്പമുള്ള ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. എല്ലാവർക്കും അവരെ കുറിച്ച് അറിയൂല എന്നാണ്. പിന്നെ വല്ല അബുദാല്, പിന്നെ സ്റ്റാൻഡേർഡിലുള്ള ആളുകളാണ് അബുദാലിങ്ങൾ, ഒരു പകരക്കാരായി വരുന്നതല്ല. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സബഅത്ത് അലൽ അസഹി, ബലപ്പെട്ട അഭിപ്രായ പ്രകാരം 7 അബ്ദാലികളാണ്. അപ്പൊ ഔത്താദ് 4, അബ്ദാലികൾ 7, ഖുതുബ് 1. വഖീല സലാസൂന, അല്ല അബ്ദാലികൾ 30 ഉണ്ട് എന്ന് പറയുന്നു. അല്ല വക്കീല 14 14 എന്നൊരു അഭിപ്രായമുണ്ട്. 7 ബലപ്പെട്ട അഭിപ്രായം. ഇനി സ്റ്റാൻഡേർഡിലുള്ള ആളുകൾ നുഖബ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അർബഅന അവർ 40 പേരാണ്. പിന്നെ സ്റ്റാൻഡേർഡ് നുജബ ആണ്. എത്ര പേരാ? 300 അപ്പൊ ഔലിയാക്കളിൽ ഏറ്റവും വലിയ ഉയർന്ന സ്ഥാനം ഖുതുബാണ്. ഖുതുബ് കഴിഞ്ഞാൽ പിന്നെ ഔത്താദാണ്. ഔത്താദ് കഴിഞ്ഞാൽ അബ്ദാല് കഴിഞ്ഞാൽ നുഖബ കഴിഞ്ഞാൽ നുജബ. അങ്ങനെ 5 സ്ഥാനങ്ങളിലുള്ള ആൾക്കാരുണ്ട് ഇവിടെ. അല്ല ഖുതുബ് 1, ഔത്താദ് 4, അബ്ദാല് ബലപ്പെട്ട അഭിപ്രായ പ്രകാരം 7, നുഖബ 40, നുജബ 300 എന്നും പറഞ്ഞു. ഇനി ഫൈദാ മാത്തൽ ഖുതുബ് മരിക്കുമല്ലോ, മനുഷ്യനാണത്, മരിക്കുമല്ലോ. ആ മഹാൻ മരിച്ചു കഴിഞ്ഞാൽ ആ പകരത്തിന് ഒരാൾ വേണം. അപ്പൊ ഉബിദില, അയാൾക്ക് പകരമാക്കപ്പെടുന്നു ബി ഖിയാറിൽ അർബഅത്തി. ഔത്താദികൾ 4 പേരല്ലേ, ഈ 4 ഔത്താദികൾ ഒരാളെ ഖുതുബിന്റെ സ്ഥാനത്തേക്ക് വെക്കും അല്ലേ. നമുക്ക് 40 ആള് മുഷാവറല്ലേ. 40 ആള് മുഷാവറയിൽ ഖുതുബിന്റെ സ്ഥാനത്ത് വരും പ്രസിഡന്റ്. അപ്പൊ ആ പ്രസിഡന്റ് മരിച്ചാൽ ഈ 40 ആളിൽ നിന്ന് ഒരാൾ തെരഞ്ഞെടുത്ത് വെക്കൂലേ. എന്നതുപോലെ 4 ആളുണ്ട് ഔത്താദികൾ. ആ ഔത്താദികൾ 4 നിന്ന് ഒരാളെ മരിച്ചുപോയ ഖുതുബിന്റെ സ്ഥാനത്തേക്ക് വെക്കും. ഇങ്ങനെയാണ് അതിന്റെ പരിപാടി. അപ്പൊ വൈദാമാത്ത ഹദുൽ അർബ, 4 ഔത്താദികളിൽ നിന്ന് ഒരാൾ മരിച്ചാലോ ഞാൻ ഔത്താദ് കിട്ടണം. അപ്പൊ ഉബിദില ബി ഖിയാരി സബ്അ. ഇവിടെ അബ്ദാലികൾ 7 ആണ്. ഈ 7 പേരിൽ നിന്ന് ഒരാളെ 4 നിന്ന് മരിച്ചുപോയ ഔത്താദിലേക്ക് കൊടുക്കും. അപ്പൊ ഇനി വഹദ് സബ്അത്തി അബ്ദാലികൾ 7 ആളാണ്. അവരിൽ നിന്ന് ഒരാൾ മരിച്ചാലോ നബിന ഉബിദില ബി ഖിയാൽ 40. നുഖബാൽ 40 ആണ്. ആ നുഖബായിൽപ്പെട്ട ഒരാളെ എന്ത് ചെയ്യുന്നറിയാമോ, അബ്ദാലികൾക്ക് വെച്ച് സ്ഥാനം കൊടുക്കും. അപ്പോ വഹദുൽ 40 അല്ലെങ്കിൽ 40 ഒരാൾ മരിച്ചു, നുഖബാൽ ഒരാൾ മരിച്ചു. ഉബിദില ബി ഖിയാരി 300. എന്നാ പിന്നെ നുജബാ ഉണ്ട് ഇവിടെ. ആ നുജബാ 300 ആണ്. അവരിൽ നിന്ന് മുന്തിയവരാരാ, അവർക്ക് പകരം അവർ നിർത്തിട്ട് ഈ പറഞ്ഞ 40 ഒരാൾക്ക് പകരമാക്കി അവിടെ 40 അയക്കും. അവഹദ് 300. അപ്പൊ 300 ആകുന്ന നുജബാൽ അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മരിച്ചാലോ എന്നാ പിന്നെ ഉബിദില ബി ഖിയാരി സ്വാലിഹീന. സദ്വൃത്തരായ സാലിഹ്യങ്ങളായ ആൾക്കാരുണ്ട്, അവരിൽ ഉന്നതര് ആരോ അവരിൽ നിന്നെടുത്തിട്ട് എന്താക്കും, ഈ പറഞ്ഞ 300 ഒരാൾ തേക്കും. അതെന്തായി, 300 നുജബായി ഒരാൾ മരിച്ചാൽ സാലിഹിൽപ്പെട്ട ഒരു ഉന്നതായ ആളെ അവിടേക്ക് വെക്കുമ്പോൾ 300 തേക്കും. 300 നുജബായിൽ നിന്ന്
40 വരുന്ന നുഖബായി ഒരാൾ മരിച്ചാൽ അങ്ങോട്ട് വെക്കും. 40 നുഖബായിൽ നിന്ന് എന്ത് ചെയ്യും? അബ്ദാലിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ മരിച്ചാൽ നുഖബ എന്ന് ഒരാളെ അബ്ദാലിലേക്ക് വെക്കും. അബ്ദാലിൽ നിന്ന് ഔത്തിന് 4 ആളാവുന്ന ഔത്താദ് പോയാൽ അബ്ദാലിൽ നിന്ന് ഒരാളെ ഔത്താദിലേക്ക് വെച്ച് 4 പൂർത്തിയാക്കും. കുത്തു മരിച്ചാൽ ഈ 4 ഔത്താദിൽ നിന്ന് ഒരാളെ വെക്കുമ്പോ കുത്തുബാക്കി വെക്കും. ഇങ്ങനെയാണ് പോകുന്നത്. ഇതൊക്കെ ഔലിയാക്കളുടെ സ്റ്റാൻഡേർഡുകളാണ്. ഇങ്ങനെയാണ് ലോകത്തിന്റെ നിയന്ത്രണം അള്ള വെച്ചത്. ഇനി ഫൈദ അറാദല്ലാഹു ഖിയാമ സാഅത്തി, അന്ത്യനാൾ ഇവിടെ നിൽക്കണം, ഇത് അള്ള തീരുമാനിച്ചു വെച്ചാലോ, അമാത്തും അജ്മായിന, ഈ പറയപ്പെട്ട കുത്തുബും അബ്ദാലും ഔതാദും നുഖബാവും നുജബാവും എല്ലാവരും മരിച്ചു പോകും. ഇങ്ങനെയാണ്. ഖിദർ, ബഹുമാനപ്പെട്ട ഖിദർ നബി അലൈഹി ഇസ്ലാമിന്റെ ഖിദറിനെ തൊട്ട്, ഖിദർ നബിയെ തൊട്ടായിരിക്കും ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നു, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്ത്? അന്ന സലാസ മിഅത്തിൻ, 300 എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഹുമുൽ ഔലിയാഉ, അവർ ഔലിയാക്കളാ. 300 എന്ന് പറയുന്ന ഔലിയാക്കളാണ്. പിന്നെ ആരല്ല? നുജബ അല്ല. എന്നാ 70 പേര് അവർ നുജബ ആണ്. 40 മൗത്താദുൽ അർദി, ഭൂമിയുടെ ആണികളായി വെക്കപ്പെടും 40 ആണ് ഔത്താദ്. 10 നുഖബ, 10 പേരാണ് നുഖബ. 7 പേര് ഹുമുൽ ഉറഫാ, അവർ ഉറഫ ആണ്. 3 പേര് ഹുമുൽ മുഖ്താറൂന, അവരാണ് മുഖ്താരീൻ. വായുദിന് ഒരാൾ ഉണ്ട്, ഹുവൽ ഗൗസ് വൽ ഖുത്ബ്, അയാൾ ഗൗസുമാണ് ഖുത്ബ്. ഇങ്ങനെ ഖിദർ എന്നവരെ തൊട്ട് പൊട്ടിട്ടുണ്ട്. അതാണ് അഭിപ്രായം പറഞ്ഞത് എണ്ണത്തിലുണ്ട്. അപ്പൊ ആകെ തുക മിൻഹും, ഈ പറഞ്ഞിന്ന് ഇപ്പൊ മനസ്സിലാക്കണം എന്താ? വജുബു തസ്മിയത്തി ബിൽ ഖുത്ബ്, ഈ ഒരാൾക്ക് ഖുത്ബ് എന്നതുകൊണ്ട് പേര് വെക്കാനുള്ള ന്യായം. ഇതിന് കിട്ടിയാലോ? എന്തേ കിട്ടിയത്? കാരണം ലി അന്ന മഅനാഹു, ഖുത്ബ് എന്നതിന്റെ അർത്ഥം ലുഗത്തൻ, ഭാഷാപരമായി എടുത്താൽ മാ യുദാറു അലൈഹി, ആ ഖുത്ബിന്റെ മേലെ ചുറ്റിപ്പറ്റി തോന്നുന്നു. ഖുത്ബാടങ്ങനെ ഇരിക്കാവും, നടുക്ക അയാൾ ചുറ്റുഭാഗവും അയാളെ ചുറ്റിക്കൊണ്ടിരിക്കും. ഇങ്ങനത്തെ ഒന്നിനെ കൊണ്ടും ഖുത്ബ് എന്ന് പറയാം. ഏതുപോലെ ചോദിച്ചാൽ കൽ മിഹ്വരി അൽ ഖായിമി അൽ മുസ്ബത്തി തബഖിൽ അസ്ഫൽ മിനൽ റഹാ, ആസുംകുറ്റി, ആ കുറ്റിയുടെ നടുവിൽ ഉറപ്പിച്ചു നിർത്തിയതായിരിക്കും ഒരു കുറ്റി. അതിന് നാരായ കുറ്റി എന്നൊക്കെ പറയാം. ആ കുറ്റി പോലെയാണല്ലോ. യദൂറു അലൈഹി തബഖുൽ, ഈ ആസും കല്ലിന്റെ മുകൾ ഭാഗം, ഈ മുകൾ ഭാഗം എന്താകും? ഈ പറയുന്ന കുറ്റിയെ തൊട്ടിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ആസും കല്ലിന്റെ അടിഭാഗത്തൊരു കുറ്റി തറച്ചു, നടുവില് ആസും കല്ലിന്റെ നടുവിൽ കുറ്റി തറച്ചു. ആ കുറ്റി തറച്ചിട്ട് ആ കുറ്റിന്റെ മുകളിലായിരിക്കും മുകൾ ഭാഗം ഇങ്ങനെ വെച്ചത്. ഈ കുറ്റിക്ക് ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ വരില്ല, അപ്പൊ കുറ്റി നടക്ക് നിൽക്കല്ലേ. അതുപോലെയാണ് കൊത്തുന്നത്. ഇപ്പൊ ലോകര് മുഴുവനും ഈ കൊത്തുകനെ ചുറ്റിക്കൊണ്ട് പോയാണ്. ഇതേ പ്രകാരം തന്നെയാണ് ഗൗസ് എന്ന അർത്ഥവും വെച്ചത്. എന്താ അർത്ഥം? അന്നമാനാവുൽ ലോവിയ, ഗൗസ് എന്നതിന്റെ ലോവിയ അർത്ഥം അൽ യാനത്തു വൻ നുസ്റത്തു, സഹായം എന്നാണ്. സഹായം കിട്ടുക എന്നാണ്. അതും ഈ മഹാനം കൊണ്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഗൗസ് കുത്തുബെന്ന് പറയാം. ഇനി യാഫയുള്ള ഐനി വുജൂദൈഹിന്ന, ഇവിടെ മുഫറദാക്കിയിട്ട, ഏടുകളിൽ കാണാം ഐനയും നമുക്ക് പറയാം. യാഫയുള്ള ഐനി വുജൂദൈഹിന്ന, എന്താ അൽ മുറാദു ബി വുജൂദൈഹിന്ന, അവരുടെ വുജൂദ് കൊണ്ട് എന്ന് പറഞ്ഞാൽ 2 ആലമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഏതാ 2 വുജൂദ്? അത് ആലമാഹും
ഈ പറയുന്ന ആൾക്കാരുടെ ആലമാണ്, ലോകമാണ്, രണ്ട് ലോകം എന്ന് പറഞ്ഞാൽ കൈനി അൽ ആലമസ്സമാവിയ ലഹരിസമായി വല്ല ആലമല്ലറിയ ലഹരിലറന്ന്. ആകാശക്കാർക്ക് ആകാശം, ഭൂമിക്കാർക്ക് ഭൂമി ലോകം. അപ്പൊ ഈ പറയുന്ന അഖിലികാർക്ക് രണ്ട് ലോകങ്ങൾ. ഈ രണ്ട് ലോകത്തിന്റെ വുജൂദിന്റെ എന്നായി അർത്ഥം. ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഫഖദ് സുബ്ബിഹൽ ഇംകാനും, ഈ ഇംകാനിനെ ഈ ലോകത്ത് തസ്ബീഹക്കപ്പെട്ടു ബിനഹരിൻ അലീം, വലിയതായിരിക്കുന്നൊരു ഒരു പുഴയോട്, വലിയൊരു പുഴയോടാണ് ഈ പറയുന്ന ലോകത്തിന് തസ്ബീഹ്. ഓ ഷെയ്ഖുൽ ഔഫ് റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് ഔഫ് എന്നവര് മൂപ്പർ തസ്ബീഹാക്കിയതോ ബിമഇൻ, ഒരു വെള്ളത്തിനോടാണ്. യഫീദു മിൻഹു, ആ വെള്ളത്തിൽ നിന്ന് ഒഴുകുന്നുണ്ട്. ഇല്ലാ ദൈനിക്കൽ ആലമൈനി, ആ രണ്ട് പ്രപഞ്ചത്തിലേക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഒഴുകുന്നുണ്ട്. അങ്ങനെ ഒഴുകി വരുന്ന വെള്ളത്തിനോടാണ് ഈ പറയുന്ന ഔസ് എന്നവർ തസ്ബീഹാക്കിയത്. അപ്പൊ എന്തായി? ആകാശലോകത്തിന്റെയും ഭൂമി ലോകത്തിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കും ഒരു പുഴ പോലെയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവർ എന്ന് പറയുന്നത്. അങ്ങനെയാണ്. അങ്ങനെ വന്നപ്പോ അപ്പൊ കവിതക്കാരൻ അതിനെ തൊട്ട് ഇബാറത്തിൽ ഫൈലിന്നിട്ടിട്ടു. അയിനിൽ മുഅദ്ദത്തിൽ ആലം, മനുഷ്യ ആകാശ ഭൂമി ആകാശ ലോകങ്ങൾക്ക് ഒരുക്കി തയ്യാറാക്കപ്പെട്ട പുഴയിൽ നിന്ന് ഒഴുകുക എന്നതുകൊണ്ട് ഇബാറത്ത്. അപ്പൊ എന്തായ അർത്ഥം വെക്കുക? അയ്യാമൻ ഫാലമിൻ നഹ്രിൽ ഇംകാൻ ഇലാ ആലമിൽ വുജൂദിൽ ഉലുവി വഅഫിൽ വുജൂദി സുഫ്ലി. താഴ്ഭാഗം തന്നെ ഭൂമി. അപ്പൊ ഭൂമി ലോകത്തിന്റെ അടിഭാഗത്തുള്ള ആൾക്കാരുടെ ലോകം, ആകാശലോകത്തുള്ള ആൾക്കാരുടെ ആകാശലോകം, ഈ രണ്ട് ലോകത്തിലേക്കും ഇംകാനാകുന്ന പുഴ, ആ പുഴയിൽ നിന്ന് ഒഴുകുന്നവരേതായ അർത്ഥം. എന്തുകൊണ്ടാണ് ഈ രണ്ട് ലോകത്തിലേക്കും ഒഴുകുന്നവരാട് ശൈഖ് അവറുകൾ വന്നത്? ഈ ആകാശ ഭൂമി ലോകത്തുള്ള എല്ലാവർക്കും ഈ മഹാന്റെ സഹായ ഉപകാരം അതുകൊണ്ടാണ്. അപ്പൊ എന്തായി? ആകാശ ഭൂമി ലോകമുണ്ടായി. ആ ഉണ്ടാവുന്ന രണ്ട് ലോകത്തിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ, ഒരുക്കി തയ്യാറാക്ക പുഴന്ന് ഒഴുകുന്നവരേതായി. ആ രണ്ട് ലോകത്തിന്റെയും സഹായിക്കുന്നവർ ആയവരേതായി. ഇതൊക്കെ മഹാനസ്ഥാനാണല്ലോ. വഫീബാദിൻ നുസഖി, ചില കോപ്പികൾ പരിശുദ്ധ കിട്ടുക ഐനെ എന്നാണ്. ബിത്തസ്നിയത്തി, തസ്നിയാക്കി ഇവിടെ മുഫ്രദാക്കിയേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ അതാണ് നമ്മുടെ ഏടുകളിൽ കാണുക. എന്ത്? ഫീ ഫായിൽ യാ ഫായിലുള്ള ഐനൈ എന്ന് കാണും. ഫസബ്ബഹാവും. അപ്പോൾ പിന്നെ ഷായിർ എന്ത് ചെയ്തു? ഈ മഹാനെ തസ്ബീഹാക്കി. ബി നെഹ്റൈനി, രണ്ട് പുഴയോട് തസ്ബീഹാക്കി. അത് മുബാലകത്ത് അധികരിപ്പിച്ച് വന്നതാണ്. രണ്ട് ലോകത്തേക്കും ഒരു പുഴയല്ല, രണ്ട് ലോകത്തേക്കും രണ്ടും ആക്കി കൊണ്ടുവന്നു. വലാക്കിൻ, അങ്ങനെയാണെങ്കിലും ഈ അതിലുണ്ട് ഇഖ്തിലാലുൽ വസ്നി, ഒരു വസ്നിന്റെ അടർച്ച വരുന്നുണ്ട്. ഇതിങ്ങനെ ചെല്ലുമ്പോ രസ. അപ്പോ ഒരടർച്ച ചെറുതുണ്ട്. ഇതാണ് പത്ത് അമ്മൽ, ചിന്തിച്ചു നോക്കുന്ന അവിടെ പറയാനുള്ളത്. വൈസഹുമ എന്ന് പറഞ്ഞു. പിന്നെ വയസ്സിന്റെ അർത്ഥം എന്താ അറിയോ? അൽ മത്തറു, മഴ എന്നാണ്. അപ്പൊ ഈ രണ്ട് ലോകത്തേക്കും വർഷിച്ചുകൊണ്ടിരിക്കുന്ന മഴയെന്നാണ്. ശബ്ബഹു ബിഹി ഐദൻ, ശൈഖ് അവറുകളെ മഴയോട് തസ്ബീഹാക്കിയതുപോലെ മഴയോട് തസ്ബീഹാക്കി. പിന്നെ പറഞ്ഞെന്താ?
يبن العليين قد أغرست إرثهما يا خير من كان يدعى محي الدين يبن العليين يبن العليين എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അർത്ഥം? ഐ യബ്നൽ ആലിയൈനി ഖദ് ഫമൻസിബൻ, സ്ഥാനത്താലും കണക്കിനാലും രണ്ട് ഉയർന്നു നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആ രണ്ട് ആളുടെയും പുത്രന് എന്ന അർത്ഥം. എന്താ ഇപ്പൊ ഈ അലിയായിനിയോട് ഉദ്ദേശിക്കുന്നത്? യഅനി ബിഹിമാ, ഷായിർ ഈ രണ്ടാളെ കൊണ്ട് ഉദ്ദേശിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അലിയൻ സൗജ ഇബ്നതി ഫാത്തിമത റളിയല്ലാഹു അൻഹുമാ. ഈ രണ്ട് മഹാന്മാരെയാണ് കവിതക്കാരൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ യബ്നൽ ആലിയൈനി, അലിയൈനി എന്ന് പറയുമ്പോൾ ആലിയൈനി നബിയുടെയും അലിയാർ തങ്ങളുടെയും മോനായവൻ എന്നായ അർത്ഥം. പിന്നെ വഖദ് അഹറസ്ത ഇർസഹുമാന, നിശ്ചയം താങ്കൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ജമാഅത്ത ഫദ്ദഖർത എന്നാണ് അഹറത്തിന്റെ അർത്ഥം. ഇർസഹുമാ, അവ രണ്ടുപേരുടെയും അനന്തരത്തെ. അപ്പൊ അവ രണ്ടുപേരും എടുത്ത അനന്തരം താങ്കൾ സൂക്ഷിക്കുകയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു എന്നായ അർത്ഥം. വൽ മുറാദു ബിഹി അൽ ഇൽമു, അലിയാർ തങ്ങളുടെയും നബിയുടെയും അനന്തര സ്വത്തെന്താ? ഇൽമാണ്, വിജ്ഞാനം. അത് ശൈഖ് മുഹിയുദ്ദീൻ തങ്ങൾ നേടിയെടുത്തിരിക്കുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? അന്നഹുല്ലദീ യൂറസു അനിൽ അംബിയായി, അംബിയാക്കളെ തൊട്ട് അനന്തരമായി എടുക്കപ്പെടുന്ന വിജ്ഞാനമാണ്. തെളിവെന്താ? ഫഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. അന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ, അംബിയാക്കൾ ആരും ഈ പ്രപഞ്ചത്തിൽ നാണയത്തുണ്ടുകളൊന്നും ഇവിടെ, വെള്ളി സ്വർണ്ണ നാണയൊന്നും ഇവിടെ അനന്തരമാക്കി വെച്ചിട്ടില്ല. വഇന്നമാ വറസുൽ ഇൽമ, അവർ ഇൽമിനെ മാത്രമാണ് അനന്തരമാക്കി വെച്ചിട്ടുള്ളത്. ഈ അനന്തര സ്വത്താണ് അവർ നേടിയെടുത്തത്. വമൻ അഖദഹു, അപ്പൊ ഈ ഇൽമു ഒരാൾ നേടിയെടുത്താൽ അഖദ ബിഹള്ളിൻ വാഫിരിൻ, വലിയ ഒരു ഭാഗ്യം അയാൾ, വലിയൊരു വിഹിതം അയാൾ നേടിയെടുത്തു എന്നാണ്. അപ്പൊ ഇൽമാണ്. ആ ഇൽമു വൈദ്യം തങ്ങൾക്കുണ്ട്. റവാഹു തുർമുദിയുവ വൈറുഹു, തുർമുദി ഇമാമും അല്ലാത്തവരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലാ യഖ്ഫ, നിഗൂഢമല്ല, അന്നഹു റളിയല്ലാഹു അൻഹു കാന മിൻ അഅലമിൻ നാസി, മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ തങ്ങൾ സമുദായത്തിൽ ഏറ്റവും നല്ല അറിവുള്ളവരായിരുന്നു. കാന യുഫ്തി അലാ മദ്ഹബിൽ ഇമാമൈനി ശാഫിഈ വ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, മഹാനായിരിക്കുന്ന ഇമാം ഷാഫിയുടെയും അഹമ്മദ് ബിൻ തങ്ങളുടെയും രണ്ട് മദ്ഹബ് അനുസരിച്ച ഫത്വ കൊടുത്തിരുന്നു. അപ്പൊ നല്ല അറിവ് വേണ്ടേ? ഫതഅറദ ഫത്വാഹു അലാ ഉലമാഇൽ ഇറാഖ്, മഹാനിറ ബാഗ്ദാദിലാണല്ലോ. അപ്പൊ ഇറാഖി പണ്ഡിതന്മാരുടെ മേലിൽ ശൈഖ് അവറുകൾ കൊടുക്കുന്ന ഫത്വ വെളിവാക്കപ്പെടും. ഫയുഇജിബുഹും മിൻ സുർഅത്തിൽ ജവാബി, മഹാൻ അവറുകൾ ചോദ്യത്തിന് ഉത്തരം വേഗം കൊടുക്കും. ഈ മറുപടിയുടെ വേഗതയിൽ അക്കാലത്തുള്ള വിവരസ്ഥന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരെ വരെയും മഹാന്റെ ഫത്വ ചെയ്തിട്ടുണ്ട്. അത്രത്തോളം നല്ല അറിവുള്ള മഹാനായിരുന്നു. മഹാന്റെ അറിവിനെ കുറിച്ച് ചെറിയൊരു വിവരണമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പ്രതിപാദിക്കാം.